LDF അതിലെന്താ ചോദിക്കാനുള്ളത്? രാജേഷ് അല്ലാതെ ഇവിടെ ആരുമില്ല. തൃത്താല സൂപ്പറാണ്. ബൽറാം ജയിക്കും. കള്ളുഷാപ്പ് മാറ്റണം, അത് വേറെ ഒന്നുമില്ല. കള്ളുഷാപ്പുണ്ട് ഇവിടെ, അത് മാറ്റണം. ഈ തൃത്താല മണ്ഡലത്തിൽ LDF ജയിക്കും. ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി ആൾക്കാരോട്. അപ്പം ഇനി വോട്ട് വീട്ടിൽ പോയി ചോദിച്ചോട്ടെ. LDF 5 വർഷം കൊണ്ടല്ലേ ഈ തൃത്താല ഉണ്ടായത്, അല്ല 10 വർഷം കൊണ്ടല്ല. അപ്പോൾ ഈ 5 വർഷം തന്നെ ഇനിയും പോകുള്ളൂ. അടുത്ത മുഖ്യമന്ത്രി UDF ആയിരിക്കണം. ഇന്ന് നന്നായി ജീവിക്കാം. LDF ഭരിക്കും. രാജേഷിനെ വീണ്ടും പിന്നെ MLA ആവും. ஓட்டு உரிமை நம்மக்கிட்ட இல்லை. நம்ம தமிழ்நாட்டு ஆள். நம்ம ஓட்டு தமிழ்நாட்டில் விஜய்க்கு தான். വിജയ്ക്ക് കൊടുക്കും. BJP-ക്കാർ LDF സഹായിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, അതല്ലെങ്കിൽ ബൽറാം ജയിക്കും തീർച്ചയായിട്ടും. എന്താണ് ഇവിടെ MP രാജേഷ് ഏട്ടൻ കൊണ്ടുപോകും? MP രാജേഷിൻ്റെ എങ്ങനെയാലും നമുക്ക് വോട്ട് ചെയ്യണം. നമ്മുടെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലീഗാണ്. അപ്പോൾ ഞങ്ങൾ അതിനല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കൈപ്പത്തിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയാളെ ഭരണമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്കൊരു ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വേറെ പാർട്ടിയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ. മോനെ എങ്ങനെയുണ്ട് ഇവിടെ? കൊള്ളാം, മികച്ചത്. ആര് കൊണ്ടുപോകും? LDF അതിലെന്താ ചോദിക്കാനുള്ളത്? രാജേഷ് അല്ലാതെ ഇവിടെ ആരുമില്ല. അതിന് ആര് വന്നിട്ടും കാര്യമില്ല. ലീഗിൻ്റെ ഒരു കുത്തക കേന്ദ്രമല്ല, ഒരു കുത്തകയില്ല. അതൊക്കെ കഴിഞ്ഞോട്ട് അവിടെ പൊളിഞ്ഞല്ലേ, അതിനിവിടെ പോവില്ല. അതിൽ വേറെ വർത്താനമില്ല. MP രാജേഷ് അത് തന്നെയുള്ളൂ. MP രാജേഷിനെ കൊണ്ടേ നടക്കൂ. മറ്റേ വാഗ്ദാനങ്ങൾ ആർക്ക് വേണമെങ്കിൽ പറയാം, ചെയ്ത് കഴിക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണമല്ലോ. 5 വർഷം കൊണ്ടല്ലേ ഈ തൃത്താല ഉണ്ടായത്, അല്ല 10 വർഷം കൊണ്ടല്ല. അപ്പോൾ ഈ 5 വർഷം തന്നെ ഇനിയും പോകുള്ളൂ. ഇപ്പം MP രാജേഷിൻ്റെ മതി ഇവിടെ, അതാണ് തൃത്താല. വിശ്വാസമാണ്, അത്രേ ഉള്ളൂ. അതിൽ വേറെ മാറ്റമില്ല. അങ്ങനെയല്ല. നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അവർ പേടിയുള്ളതുകൊണ്ട് പറഞ്ഞു നടക്കും. നമ്മൾ പേടിയില്ലാത്തതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയണം നമ്മൾ ജയിക്കും. അതിൻ്റെ അപ്പുറം ഒന്നും പറയാം. സംവാദത്തിന് വിളിച്ചിട്ട് ആൾ ഇതുവരെ വന്നിട്ടില്ല. ആള് വേറെ എന്തൊക്കെയാ പറഞ്ഞു ഒഴിയാൻ ഇത്ര ദിവസമായി. അതുപോലും വരാൻ പറ്റില്ല. അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ. ഓക്കെ, അതിലൊരു ഡൗട്ടും ഇല്ല. MP രാജേഷനെ തീർത്താല. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രിയെ കുറിച്ച് മോശമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ? ഒരു ആരോപണം തെളിയിച്ച് അല്ലെങ്കിൽ സഭയിൽ ഏതെങ്കിലും ഒരെണ്ണം ചർച്ചയിൽ വന്നിട്ട്, ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു UDF ചർച്ചയ്ക്ക് തയ്യാറായോ? അവിടെ കയറി നിന്നിട്ട് എന്താ പറഞ്ഞത്? ചർച്ചയ്ക്ക് അവരില്ലാന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? ആൾക്ക് പറ്റണ പരിപാടിയാണിത്. അതിന് വേറെ ആർക്കും പറ്റില്ല. അതിപ്പോൾ ഇനി കോൺഗ്രസ്സിൽ ആരും ഇല്ല. അതിന് കോൺഗ്രസ്സിലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരും പിണറായി വിജയൻ അല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റിയ വേറെ ആളില്ല. അതന്നെ ഉള്ളൂ. നേതാവ് തന്നെയാണോ മുഖ്യമന്ത്രി? അതിനെന്ത് ആർക്കാ ഡൗട്ടുള്ളത്? നമുക്ക് ആളെന്നല്ലേ. 10 വർഷമായിട്ട് ആളെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് അഭിപ്രായം, ആരോപണങ്ങൾ പലതും വന്നു, പക്ഷേ ഒന്നും തെളിയിക്കാൻ കഴിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തപ്പോൾ തന്നെ എത്ര അടിപിടി ഉണ്ടായി. എന്നിട്ട് അവർ ഇപ്പോഴും കൺഫേം അല്ല ആരാധന. ഫുൾ പാനൽ ഇലക്ഷൻ്റെ ദിവസം ഡിക്ലെയർ ചെയ്തപ്പോൾ ഇന്ത്യയിൽ LDF ഫുൾ പാനൽ കിട്ടുന്നു. അവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കും. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ തൃത്താല? തൃത്താല അടിപൊളിയല്ലേ, കുഴപ്പമില്ല. UDF ഇവിടെ വിജയത്തിൽ വരും. പിന്നെ ബൽറാമാണ് ഇവിടുത്തെ നല്ല മനുഷ്യനായിട്ട് ഞാൻ കാണുന്നത്. രാജേഷ് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും അയാൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പണിയെല്ലാം തീർത്ത ആളാണ് രാജേഷ്. കുഴപ്പമില്ല, ആൾ നല്ല ആളാണ്. സാധ്യത ബൽറാമിനെ തന്നെ. BJPക്ക് അത്ര വലിയൊരു വോട്ട് കിട്ടുമോ സംശയമാണ്. SDPയുടെ സ്ഥാനാർത്ഥി അതും അത്ര വോട്ട് പിടിച്ചു മാറ്റാൻ സാധ്യത അത്ര ഉള്ളൂ, കുറച്ച് വോട്ടൊക്കെ കിട്ടും. തൃത്താല സൂപ്പറാണ്. ബൽറാം ജയിക്കും. ഒരു 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ. CPM പോയി പണി കിട്ടുന്നു. ഞാനേ നല്ലത് ഒരു ഭരണത്തിന് മാറ്റം വേണം. 10 വർഷമായില്ല ഇപ്പോൾ അവർ തുടങ്ങിയിട്ട്. 10 വർഷമായി അവർ ഇവിടെ ഭരിച്ചു. 5 വർഷം ഈ എന്താണ് രാജേഷും ഇവിടെ വന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ ഈ 6 മാസത്തിൻ്റെ ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതല്ലാതെ ഇതിൻ്റെ മുന്നേ എവിടെയെന്ന് രാജേഷ് ഈ ബൽറാം ജയിച്ച സമയത്ത് ഒരു MLA ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ബൽറാം തന്നെ. അത് നമ്പർ 1 തന്നെയായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ബൽറാം ഇവിടെ വന്നു, വലിയ കുഴപ്പമുണ്ടായില്ല. ഭരണം ഇടതുപക്ഷത്തിൻ്റെ ആയിരുന്നു. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടിൻ്റെ ആയിരുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ ഭരണ സമയത്താണ് ഈ റോഡ് സൂപ്പറായത്. അപ്പോൾ
ഞാൻ ബൽറാം ജയിച്ചാൽ തന്നെ ഈ നാടിന് അടുത്ത ഭരണം ഒരു മന്ത്രിയെ ഞങ്ങൾക്ക് ഇനി ഒന്നും കൂടി വേണ്ടേ. അടുത്ത പ്രാവശ്യം ഇവിടെ UDF-ന്റെ ഭരണമാണ് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് തീർത്താൽക്ക് ഒരു മന്ത്രി കൂടി വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബൽറാം ജയിക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? വളരെ 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 മോശം. പറഞ്ഞെന്താ പറയുള്ളൂ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകനക്ക് വേണ്ടിയിട്ടും മോൾക്ക് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. ഇത് രാഷ്ട്രീയം പറയാന്നുള്ളതല്ല, നമുക്കെല്ലാവർക്കും അറിഞ്ഞല്ലേ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി UDF-ന്റെ ആയിരിക്കണം, എന്നാൽ നന്നായി ജീവിക്കാം. തീർത്താലപ്പോൾ ബൽറാം തൂക്കും. പിന്നെന്താ രാജേഷ് എന്ത് കാട്ടിക്കണു ഇവിടെ ഈ തീർത്താലയിൽ? രാജേഷ് ഒന്നും ആയിട്ടില്ല. നമുക്ക് 10 വർഷം കൊണ്ടമാര് വികസനം രാജേഷ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ബൽറാം മന്ത്രിയാവും, പൊളിച്ചടക്കും. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ അലയടിക്കും. പിന്നെ ഭരണവികാരം മേടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി ആൾക്കാരോട്. അപ്പം ഇനി വോട്ട് വീട്ടിൽ പോയി ചോദിച്ചോട്ടെ. LDF-ന്റെ ആൾക്കാർ വരുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചോളാം പറഞ്ഞു വോട്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ നടക്കുന്നത്. പറ്റ പോക്കണം. ഈ ഭാഷത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, 5 വർഷം കുഴപ്പമുണ്ടായില്ല, നല്ല ഭരണമായിരുന്നു. 10 വർഷം കിട്ടിയപ്പോൾ പറ്റ പോക്കായി. ഇനി ഒരു 5 വർഷം കൂടെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കേരളം ആകെ പോയില്ലേ, മുട്ടിച്ചോടായില്ലേ കേരളം. ഇപ്പം നിലനിൽക്കണ, ഇനിയിപ്പോൾ നിലനിൽക്കണ കോൺഗ്രസ് വരണം. ഈ കേരളം ഇപ്പം നിലനിൽക്കണമെങ്കിൽ അധികാരത്തിൽ കോൺഗ്രസ് വരണം, എന്നാൽ നിലനിൽക്കും. എല്ലാം ഇഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഉണ്ടാവില്ല, ബംഗാൾ മോഡലാവും. തൃത്താല ആര് കൊണ്ടുപോകും? UDF ആണ് എൻ്റെ സയൻസ് മൊത്തം. അതല്ലേ, അത്രയ്ക്ക് വെറുത്തോ ഭരണം? വെറുത്തിട്ടില്ല, പക്ഷെ ഞാൻ LDF ആണ് കേട്ടോ. LDF ആണ് തീർച്ചയായിട്ടും. UDF വരുമെന്നാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് സംസാരിച്ചത്. ഞാൻ കണ്ണൂരുകാരിയാണ്, പക്ഷേ എനിക്ക് വോട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ LDF CP I ആണ്. UDF ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ പറയാണ്, പക്ഷെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഉറപ്പാണ്. അതായത് UDF തൃത്താല നമ്മളെല്ലാം 100% ജയിക്കും. സാർ, എൻ്റെ ഒരു അഭിപ്രായം രമേശ് പിഷാരടി പാലക്കാട് ജയിക്കുന്ന ഉറപ്പാണ്. VT ബൽറാം തൃത്താലയും പിടിച്ചെടുക്കും. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കില്ലേ, ഒരു മാറ്റം വരുന്നത് ജനങ്ങളുടെ ഒരു പ്രത്യേക ആവശ്യമാണ്. എന്താ അറിയോ, ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പ്രവാസിയായിരിക്കുമ്പോൾ തെക്കൻ ഭാഷയിലത്തെ ആൾക്കാർ പറയുന്നതാണ്, ഇവരൊക്കെ ഒരു കക്ഷികൾ തന്നെയാണ്. മറ്റേ ഭാഗത്ത് മറിക്കാൻ ഇവരെന്നെ സഹായിക്കുന്നവരാണ് മറ്റേ രാഷ്ട്രീയക്കാർ. പിന്നെ നമ്മളൊരു വോട്ട് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഭരണം മാറ്റം വരണം എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും. മുഖ്യമന്ത്രിയെ പറ്റി എന്താ അഭിപ്രായം? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ പറഞ്ഞത് ശരിയല്ല. ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി വന്നാൽ ഒരു കോമാളിത്തരം കാണിക്കുന്നതല്ല എന്തായാലും പറയാം. കാരണം ആൾക്കൊന്നത് മലയാളത്തിൽ വർത്താനം ശരിക്കും പറയാനറിയാം. കാരണം വളരെ മോശം ചീപ്പായിട്ടുള്ള വർത്താനം പറഞ്ഞത്. ഇത്ര വീട്ടിൽ പോയി ചോദിക്കുക, ആരാണ് ചോദിക്കാൻ? മനസ്സിലായോ? ഇതൊക്കെ ഒരു സംസ്കാര വർത്തമാനമാണ്. ഇല്ല ചോദിക്കുക. മാധ്യമക്ക് നിങ്ങൾക്ക് തീരുമാനം, നിങ്ങളൊക്കെ ഭയങ്കര അലർജിയാണ്. അതെ, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മാറിക്കാണ്ട് അവിടെ പോ പട്ടിയാക്ക് വെറുതെ. നിങ്ങൾ തീരെ കണ്ടോളൂ ഇവർക്ക്. മുഖ്യമന്ത്രിക്ക് ചേർന്ന ഭാഷയല്ല, അല്ല സംസ്കാരമല്ല എന്നർത്ഥം. കേരളം മൊത്തം ഒരു മാറ്റം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും 100% 100. ഭരണവിധി എന്താ 10 കൊല്ലം വരെ എന്താണ് നട്ടണി കുറേ അങ്ങനെ പറഞ്ഞു കൂട്ടിയെന്നല്ലാണ്ട് ഒരു കാര്യം ഇപ്പോൾ കടലാസിൽ പറഞ്ഞു കൂട്ടിയെന്നല്ല ഒന്നും നടന്നില്ല. ചേച്ചി, എങ്ങനെയുണ്ട് തൃത്താല? തൃത്താല ഹാപ്പിയാണെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, MP രാജേഷ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ആര് കൊണ്ടുപോകും? LDF തന്നെ ഭരിക്കും. രാജേഷിനെ വീണ്ടും പിന്നെ MLA ആവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആവേണ്ടതാണ്. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മൊത്തം ഉണ്ടോ? അത് അവര് പ്രതിപക്ഷം പറയുന്നതല്ലേ, ഉണ്ടാക്കുകയല്ലേ അവര് പ്രതിപക്ഷം. ഭരണവിരുദ്ധ വികാരം ഒന്നും ചെയ്തില്ല എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരിക്കലും ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം അത് ആളുകൾക്ക് ദഹിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല. അതിനെക്കുറിച്ച് സാധാരണക്കാരൻ എഴുന്നേറ്റ് ഒരു പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞത് ശരിയാണ്. അത് ചോദിച്ച് അയാൾ പറഞ്ഞ എന്തെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ പറയേണ്ടി വന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടാവും. ഉത്തരം മുട്ടുന്നോണ്ടാണോ? അല്ല അങ്ങനെ പറയുന്ന ഒരാളല്ല.
നല്ല മുഖ്യമന്ത്രിയാ അതെ. ஓட்டு உரிமை நம்மக்கிட்ட இல்லை. நம்ம தமிழ்நாட்டு ஆள். நம்ம ஓட்டு தமிழ்நாட்டில் விஜய்க்கு தான். വിജയ്ക്ക് കൊടുക്കും. விஜய்க்கு கொடுக்கும். വിജയുടെ ആളാ? ஆமாம், ആണോ ആണോ? விஜய்க்கு கொடுக்கும். വിജയ്ക്ക് കൊടുക്കും. போதும், ஸ்டாலின் மாறி மாறி ஆண்டது போதும். இந்த வருஷம் தமிழ்நாட்டில் இது விஜய்க்கு தான் ஓட்டு போடுறோம். തമിഴ്നാട്ടിലെ സ്റ്റാലിനാണ് ഇവിടുത്തെ CM പിണറായി വിജയൻ. இங்கே பினராயி விஜய் நல்லா தான் செய்கிறாரு. அது தெரில, இங்கே இருக்கிறவங்களுடைய மனநிலை எப்படி தெரில. எங்கள் நாட்டில் ஸ்டாலினுக்கு ஓட்டு இல்லை, விஜய்க்கு தான். വിജയ്ക്ക്. വിജയ് CM ആവോ? சிஎம் ஆகும். CM ആവും. ആണോ CM ആവോ? ശിവമോ ആണോ? അവിടെ എന്താ വോട്ട്? பெண்கள், வயசு பையன், எங்களை மாரி மூப்பர் எல்லாமே அவருக்கு போடும். இந்த வருஷம் சிஎம் ஆக்கும் அவர். തൃത്താലയെ കണ്ട ഒരു തമിഴ്നാട് സ്വദേശിയാണ് പറഞ്ഞത്. മീൻ കച്ചവടമൊക്കെ പൊടി പൊടിക്കുവാണല്ലോ. മീൻ കച്ചവടം എന്ത് പൊടി പൊടിക്കണം, ഇതൊക്കെ തന്നെ സ്ഥിതി. മീനിന് എന്ന് വില കുറയണോ അന്നേ മീൻ പൊടി പൊടിക്കുള്ളൂ. മത്തിക്ക് 160. 1.5 കിലോ 100 കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. കണ്ടമാനം ആൾക്കാർ മേടിക്കണ്ടാവും. ഇപ്പോൾ ആരുമില്ല. മത്തി വില 160. തൃത്താലയിൽ എങ്ങനെ ഏത് രാഷ്ട്രീയമാണോ? അടിപൊളിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക. ആദ്യം ഇങ്ങനെ പോകും, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങനെ നിൽക്കും, പിന്നെ ഒന്നും അങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു വോട്ട് ആർക്കും അധികം കിട്ടിയ ആൾ ജയിക്കും. പക്ഷേ LDF ജയിക്കുക ഷുവറാ. എന്ത് സംശയം, ഇനി ഇതിലും കൂടുതൽ വികസനം എന്താ ഇവിടെ ചെയ്യേണ്ടത് നാട്ടിൽ? ഈ 5 കൊല്ലം ഒരു മന്ത്രി ചെയ്യുന്നതിൻ്റെ അപ്പുറമൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. തൃത്താല ചെയ്തിട്ടുണ്ട്. ഈ തീർത്ഥാലത്ത് അത്ര പുരോഗമനം കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ല. അതന്നെ അതിന് ഗുണം. ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ വിജയം അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ ജയിക്കില്ല. ഈ മണ്ഡലത്തിൽ, ഈ തൃത്താല മണ്ഡലത്തിൽ LDF ജയിക്കുള്ളൂ. ഷുവറാണ്. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പം ഇന്ന് പെൻഷൻ വന്നു. പെൻഷൻ ഇന്ന് എത്തി. ഇന്ന് പെൻഷൻ വന്നു. ഇപ്പോൾ ഇനി ഇതിലും കൂടുതൽ എന്താ വേണ്ടത്? 1600 രൂപ, 630 രൂപ ഒരു മാസം എനിക്ക് ഗുളികയ്ക്ക് വേണം. നമ്മൾ കൂലിപ്പണിക്കാൻ പോയി മക്കളുടെ ആ സ്ഥാനത്ത് ഇതാ. അതിപ്പോൾ പെൻഷൻ വന്ന കാരണം സുഖം ഒരു മാസം പെൻഷൻ മേടിക്കാം. ഇതിന് വലിയ ഗുണം എന്താ? ഇതൊന്നും തിരിച്ചു കൊടുക്കണ്ടല്ലോ, പോരെ? ചേട്ടാ തൃത്താല ആര് കൊണ്ടുപോകും? തൃത്താല ആര് കൊണ്ടുപോകുന്ന വെച്ചാൽ തൃത്താല ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് ആരും കൊണ്ടുപോകില്ല. തൃത്താല വേറെ ആരും കൊണ്ടുപോകില്ല, അതിങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ തൃത്താല ഞങ്ങൾക്ക് ഹാപ്പിയാണ്. അത് ഏത് ഭരണം വന്നാലും ഞങ്ങൾക്ക് ഹാപ്പി തന്നെ. രാജേഷ് ആണെങ്കിലും ബൽറാം ആണെങ്കിലും. രാജേഷ് ഇപ്പോൾ വന്നതല്ലേ, 5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ബൽറാമി നാട്ടുകാരനല്ലേ. അതിൻ്റെ പ്രത്യേക മാറ്റം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ മാറ്റം എപ്പോഴും പ്രതീക്ഷിക്കാം. പുഴയിൽ വെള്ളം വന്നാൽ അങ്ങനെ ഒഴുകി പോവല്ലേ, അതേമാതിരി. എന്തായാലും തൃത്താലക്കാരനാണ് ബൽറാം. നമസ്കാരം ഇക്ക, എങ്ങോട്ട് പോവാ? പള്ളി പോവാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. കള്ള് ഷാപ്പ് മാറ്റണം, അത് വേറെ ഒന്നുമില്ല. കള്ള് ഷാപ്പുണ്ട് ഇവിടെ, അത് മാറ്റണം. വേറെ ഒന്നുമില്ല. കാരണം ഒരു പഞ്ചായത്തിൽ 2 കള്ള് ഷാപ്പാ. ഒരു പഞ്ചായത്തിൽ 2 കള്ള് ഷാപ്പ്. അപ്പം എന്താണ് അത് ഒരു ഏരിയ ഉള്ളതാ. ഇത് ജനങ്ങളുള്ള സ്ഥലത്താണ് അവർ കൊടുത്ത് വെച്ചിട്ട്. ഞങ്ങൾക്ക് വഴി പോകാൻ പറ്റുന്നില്ല. അത് മാറ്റണം. ഇവിടെ ആര് കൊണ്ടുപോയി ഇത്തവണ ആര് കൊണ്ടായാലും ഞങ്ങൾക്ക് അത് മാറ്റണം. ബൽറാമാണ് തോന്നുന്നുണ്ട്. ബൽറാം പ്രതീക്ഷിക്കുകയുണ്ട്. MP രാജേഷ് പറഞ്ഞ അദ്ദേഹം വരുമെന്ന്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം വന്ന കള്ള് ഷാപ്പ് വെക്കുന്നു. പിന്നെ പറയാൻ പറ്റാത്ത വാക്കുണ്ട്, ബോംബെയിലൊക്കെ നടക്കണ അത് കൂടി കൊണ്ടുവരും. അവര് ആദ്യം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ മദ്യശാലകളൊക്കെ അടച്ചു പൂട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇനിയിപ്പോൾ അടുത്തത് മറ്റേ മാവേലി സ്റ്റോറിൽ കൊടുക്കാൻ പോണേല് റേഷൻ കടയൊക്കെ വഴി കൊടുക്കാൻ പോകുന്നു. ശരി, എങ്ങനെയുണ്ട് തൃത്താല? എങ്ങനെയുണ്ട് രാഷ്ട്രീയം? അടിപൊളിയല്ലോ. ആര് കൊണ്ടുപോകും ഇത്തവണ? ആര് കൊണ്ടുപോകും ഇത്തവണ? ആര് ജയിക്കുന്നോ? ബൽറാം ജയിക്കും. എന്താ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ ബൽറാം ജയിച്ചതല്ലേ. പിന്നെ എനിക്ക് അറിവുള്ളതിൽ ആള് ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കരമാണ്. അപ്പോൾ ആളുടെ പെരുമാറ്റത്തിൽ ആള് ജയിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ യൂത്തിൻ്റെ വോട്ടെല്ലാം അദ്ദേഹത്തിന് കിട്ടും? കിട്ടും. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും വോട്ടിങ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യ വോട്ട് ആൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. ഈ തൃത്താലയ്ക്ക് ഇനി എന്തൊക്കെ വികസനങ്ങൾ ആവശ്യം?
വികസനം വെച്ച് ഞാൻ യഥാർത്ഥത്തിൽ തൃത്താലക്കാരിയല്ല, ഞാൻ ചാലശ്ശേരിത്തെ ആളാ. പിരിവിന് വേണ്ടി വന്നതാ. തൃത്താലയിൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുന്നു, അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ വെള്ളിയങ്കല്ലൊക്കെ നല്ല പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും തൃത്താല ഏരിയ നല്ല ഒരു ടൗണ് പോലെ നല്ല പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇനി എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത്? ഞങ്ങൾക്ക് പബ്ലിക് ടോയ്ലറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടോയ്ലറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒരു വിധത്തിൽ എല്ലാം പുരോഗമനം ഉണ്ടാക്കുന്നുണ്ട്. അവര് പറയാതെ തന്നെ എല്ലാ കാര്യത്തിലും പുരോഗമനം ഉണ്ടാക്കുന്നുണ്ട്. തൃത്താലയ്ക്കൊരു മാറ്റം വേണോ? തൃത്താലക്കല്ല, മൊത്തം കേരളത്തിൽ തന്നെ മാറ്റം വേണം. 10 വർഷം അവർ ഭരിച്ചു. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഭരിച്ച് അവരുടെ ക്ഷീണത്തിലാണ്. അപ്പോൾ ആ ക്ഷീണം മാറണം. അപ്പോൾ ഒന്ന് മാറണമല്ലേ, റെസ്റ്റ് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ മാറണം. ഇനി അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പറഞ്ഞ പോലെ വീട്ടിൽ പോയി ചോദിക്കുന്ന പോലെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ എന്നിട്ടൊക്കെ ഒന്ന് ക്ഷീണം മാറിയിട്ട് അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. ഇപ്പോൾ ഏതായാലും 5 വർഷം ഇവർക്കൊരു ചാൻസ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പിന്നെ വേറെന്ന് വെച്ചാൽ, പിന്നെ വികസനം നല്ല മേഖലയിലും വികസനം പറയണ്ടേ. അടിസ്ഥാന വികസനം എന്താണെന്ന് ആരും പറയുന്നില്ല. അടിസ്ഥാന വികസനത്തെ പറ്റിയിട്ട് ആരും അഭിപ്രായം പറയുന്നില്ല, ചർച്ചയില്ല. വികസനം എന്ന് പറയുന്നല്ലാതെ അത് വെറും പ്രഹസനമായി മാറുകയാണ്. തൃത്താലയിലെ രാഷ്ട്രീയം കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് തൃത്താലയുടെ രാഷ്ട്രീയമൊക്കെ? എനിക്ക് രാഷ്ട്രീയം അറിയില്ല, തീരെ അറിയില്ല. ആര് വരും ഇവിടെ? ആര് വന്നാലും കണക്കാണ്. അതെ, അല്ല കുഴപ്പമില്ല. റോഡൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്. ആണല്ലോ ഈ ഇടവഴിയൊക്കെ അറിയാവുന്നത്. ഇപ്പോൾ റോഡൊന്നും കുഴപ്പമില്ല, നല്ല റോഡാണ്. നല്ല റോഡാണ്. ആര് വരാനാ സാധ്യത? ബെൽഡ്രാം വരും. എന്താ ഇത്ര ഉറപ്പ്? ബെൽഡ്രാം നല്ല വികസനമൊക്കെ ചെയ്തു തരുന്നത്. ചെയ്യുന്നുണ്ട്. അതിനോടാ ചേട്ടാ, ആര് വരും? ബെൽഡ്രാം വരും. ഈ ചില സർവേയിലൊക്കെ പറയുന്നത് ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നൊക്കെ പറഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ BJP-ക്കാർ സഹായിക്കണമെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല. BJP-ക്കാർ LDF സഹായിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതല്ലെങ്കിൽ ഈ ബൽറാം ജയിക്കും, തീർച്ചയായിട്ടും ഉറപ്പാണ്. ഈ പറയത്തക്ക വികസനങ്ങളൊന്നും ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷം നടന്നില്ലേ? എൻ്റെ 4.5 വർഷമായിട്ട് ആള് വഹിക്കില്ലല്ലോ. ഇപ്പോഴല്ല ആള് പുള്ളി വഹിക്കുന്നത്. ഇപ്പം 4 മാസമായിട്ട് ഇപ്പോൾ ആൾ ഇവിടെ ഇങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത് അടച്ചിയെടുക്കാം, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അറിയാം. അതേപോലെ ഇപ്പോൾ പ്രധാനപ്പെട്ടത് കാങ്കപ്പുഴ പാർക്ക്, ഒരു ഓട്ടോറിക്ഷ അടക്കം, അതിൻ്റെ ഒരു സൈക്കിൾ അടക്കം അതിൻ്റെ മുകളിൽ കൂടെ പോകില്ല. അത് ഉദ്ഘാടനം കഴിച്ചത് എന്താ കാര്യങ്ങളൊക്കെ നടത്തില്ല. അപ്പോൾ അവർക്ക് ഇനി അവർക്ക് തുടർച്ചയായിട്ട് ഇനി ഭരണം കിട്ടില്ല, ഒരു MLA ഉണ്ടാവില്ല എന്നുള്ള പേടിച്ചിട്ടല്ല അവർ ചെയ്ത്. അല്ലെങ്കിൽ എല്ലാം പൂർത്തീകരിച്ചില്ല. ഇപ്പോൾ ബൽറാം ഇപ്പോൾ തൃത്താല വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, തൃത്താല പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ പുള്ളി ചെയ്താണ്. കോളേജ്, ഇതൊക്കെ പുള്ളി ചെയ്താണ്. പക്ഷേ പേര് മറ്റാൾക്കാർ. എല്ലാ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ കോളേജിൻ്റെ മുകളിൽ നിന്നിട്ട് ബൽറാം പോട്ടെടുത്താണ്. അതടക്കം ഇപ്പോൾ തിരിച്ചിട്ട് രാജേഷ് ചെയ്ത് കാരണം അതെന്ത് വികസനമാണ്? ബൽറാമല്ലേ വികസനം ചെയ്ത്. പുതിയതായി ഒന്നും കൊണ്ടുവന്നില്ല. പുതിയ വെച്ചാൽ ഇപ്പോൾ കൊടുന്നു വെച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന പകുതിയാക്കിയത്. പിന്നെ ഇപ്പോൾ റോഡ് പൂർത്തീകരിച്ചില്ല, പകുതിയാക്കിയാണ്. പിന്നെ ഇപ്പോൾ റോഡ് ട്രെബ്രൈസ് റോഡ് ചെയ്യുന്നത് ഇപ്പോൾ സാധാ റോഡാക്കി മാറ്റി. ട്രെബ്രൈസ് റോഡ് സാധാ റോഡാക്കി മാറ്റി. അതാണ് വികസനം. പഴയ റോഡാക്കി മാറ്റി. ഒരു മാറ്റം തൃത്താലേ ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. ബൽറാം എന്ന മാറ്റം ഉണ്ടാവും. തൃത്താല വികസനം ഏറ്റവും കൂടുതൽ അടിപൊളിയായി. കാരണം പിന്നെ ഈ കേരളത്തിലടക്കം അത്ര ഒരു ഹോസ്പിറ്റൽ, ഈ അടിപൊളിയായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് അതൊരു വികസനം തന്നെയാണ്. എത്ര കാലം MP രാജ് 10 കൊല്ലം പിന്നെ ബൽറാം മന്ത്രി എന്താ ഒന്നും ഉണ്ടാക്കിയില്ല. പറഞ്ഞോട്ടെ, അതിനെന്താണ് വികസനമല്ലേ ജനങ്ങൾക്ക് വേണ്ടത്? ജനങ്ങൾക്ക് വികസനമല്ലേ വേണ്ടത്? പിന്നെന്താണ്? ഒരുപാട് വികസനങ്ങൾ LDF കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രിയിൽ പറഞ്ഞാൽ നോക്ക്, അത് തന്നെ ഏറ്റവും വലിയ റോഡുകൾ, എല്ലാ കാര്യങ്ങളും ആശുപത്രി പൂർത്തീകരിക്കാതാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊക്കെ ഇപ്പൊ അവർ പറഞ്ഞോട്ടെ. അതൊക്കെ പിന്നെ സതീശൻ എന്താ പറയണത്? അയാൾക്ക് അന്തം കൊണ്ടുമില്ലാത്ത ഇപ്പം ഒന്ന് പറയും, നേരത്തെ പറയും ഇപ്പം BJP മറ്റവരും ലീഡാണ് ലീഡ്. അതൊന്നും ഒന്നും വിഷയമില്ല. അതൊന്നും ജനങ്ങൾക്ക് ആവശ്യം എന്താ? ജനങ്ങൾക്ക് വികസനം വേണ്ടത്. ആ വികസനം അതന്നെ മെയിൻ വികസനം. അതിനൊരു തർക്കമൊന്നും വേണ്ട. വികസനം കുഴപ്പമില്ല. തിരക്കിടില്ലാത്തൊരു വികസനമാണ് ഇപ്പോൾ. നല്ല വികസനം. രാജേഷ് വരുമെന്നാണോ? അത് തീർച്ചയായിട്ടും വരണം. അതിശക്തനായിട്ട് പുറകിൽ തന്നെ ഉണ്ട്, അല്ല മുന്നിലാണെന്നാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് തീരുമാനിക്കും. മറ്റേ 9-ാം തീയതി
ഓക്കെ അപ്പോൾ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ മുതലവിടെ ജയിച്ചിരിക്കും. പൊതിക്കണ്ടല്ലോ ആ കാണല് ഇവിടെ രാജേഷ് കൈകൊണ്ട് പൊന്നിട്ട് പേരെ പോകേണ്ട ഒരു പാലക്കാട് ജില്ലയിലേക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു അറ്റത്തേക്ക്. ആണോ? ശരിയാണോ? രാജേഷ് ജയിച്ചിരിക്കും. രാജേഷ് ജയിച്ചിരിക്കും. ബൽറാം ജയിച്ചിരിക്കും. ബൽറാം ജയിച്ചിരിക്കും. പിന്നെന്താ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ബൽറാമിന്റെ ആൾക്കാർ തന്നെ ഒക്കെ ബൽറാം ജയിച്ചിരിക്കും. ബൽറാമിൻ്റെ ആൾക്കാർ ഇവിടെ LDFിൻ്റെ ആൾക്കാർ ബൽറാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഓക്കെ.